ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ട ആക്റ്റീവ 125 ജനറൽ സർവീസായിട്ടാണ് വന്നതാണ്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി ഒരു സൈഡ് വലിവൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ലൈൻഡറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കാനായിട്ട്. കമ്പനി ലൈൻഡർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് പോലെ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ ഏറെക്കുറെ തീർന്നിട്ടുണ്ട് കേട്ടോ. സെൻട്രൽ ഭാഗം നോക്കുമ്പോൾ കറക്റ്റ് കട്ടയില്ലാത്തൊരു കണ്ടീഷനിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഈ സർവീസ് കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. അതിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗമായാലും ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കാനുണ്ട്. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, CVT, ക്ലച്ച് ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ഗ്രീസിങ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ അഴിക്കണേ. ബെൻഡെക്സിൻ്റെ കണ്ടീഷനും വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വേറെ പ്രോബ്ലം ഇല്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതാണ് ക്ലച്ച് യൂണിറ്റ്, ക്ലച്ച് വെയിറ്റ് സെറ്റ് അടക്കം വരുന്ന യൂണിറ്റ്. നിലവിൽ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ സ്മൂത്താണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടർ ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. ചെറിയൊരു ജർക്കിങ് വരാനായിട്ടുള്ളൊരു കാരണം ഈ ക്ലച്ചിനകത്ത് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഐറ്റം കണ്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അത്രയും ഭാഗത്ത് ക്ലച്ച് പിടിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ. അത് കൂടുതലായിട്ട് വരുമ്പോൾ ഒന്നുപോലെ നമുക്ക് ആ ക്ലച്ച് ഔട്ടർ മാറ്റുകയോ, അതല്ലെങ്കിൽ പോളിഷ് ചെയ്തതാണെങ്കിൽ നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോളിഷ് ചെയ്യാൻ, ഒരു പ്രാവശ്യമൊക്കെ പോളിഷ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂടി നമ്മൾ കൂട്ടത്തിലൊന്ന് വിലയിരുത്തി പോകുന്നുണ്ട്. നിലവിൽ നമുക്ക് കിടക്കുന്നത് ബാൻഡോ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ശരിക്കും ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് അല്ല ഇത് നമ്മൾ കിടക്കണം കേട്ടോ. നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ചെറിയൊരു പൊട്ടൽ പോലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആവറേജ് നമുക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബെൽറ്റൊക്കെ മാറ്റി കളയണം നല്ലത്. കാരണം ഒന്നാമത് ഒറിജിനൽ ബെൽറ്റ് അല്ല, പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കട്ടയും പൊളിഞ്ഞു പോന്നാൽ പെട്ടെന്ന് പിടിപിടിന്ന് പൊളിഞ്ഞു പോയി വഴി പെട്ടുപോകും. അപ്പോൾ അത്യാവശ്യം ഉപയോഗം കസ്റ്റമർക്കാണ് അറിയുള്ളൂ. അപ്പോൾ നല്ല രീതിയിലുള്ള ഉപയോഗമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് യൂസ് ചെയ്യരുത്, മാറ്റി കളയണം കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ക്ലച്ചിനകത്ത് ആ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കവറിൻ്റെ ഉള്ളിൽ അതിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പറയത്തക്ക പ്രോബ്ലം, ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിളായാലും വർക്കിംഗ് ആണ്, ഓക്കെ, പ്രോബ്ലം ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിളും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ കൂട്ടത്തിലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ടിൽ ടയറിൻ്റെ പ്രോബ്ലമാണ് വണ്ടി സൈഡ് വലിവ് കാണിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ. നിലവിൽ ശരിക്കും പറഞ്ഞാൽ ഈ ടയർ മാറ്റേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ടയർ മാറ്റുമ്പോൾ ഇതേ മോഡൽ തന്നെ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ബാക്കിലേക്കും ടയർ മാറ്റുമ്പോൾ ഇതേപോലെ തന്നെ ഡിസൈൻ എടുക്കുന്നതാണ് നല്ലത്. വി പാറ്റേൺ എന്ന് പറയുന്നത് സാപ്പർ മോഡൽ, MRF-ലാണെങ്കിൽ അത് സാപ്പർ കട്ടാന്ന് പറഞ്ഞാൽ കിട്ടും കറക്റ്റായിട്ട്. അതല്ലെങ്കിൽ അപ്പോളോ, ഏതായാലും ഏത് കമ്പനിയുടെ ആയാലും നമ്മുടെ ഡിസൈൻ നോക്കുമ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം അതും വണ്ടിയുടെ റണ്ണിങ്ങിൽ നമുക്ക് കംഫർട്ട്, നമുക്കൊരു സ്മൂത്ത്നെസ്സിനെ ഇല്ലാതെ, ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഇതേപോലത്തെ കട്ടയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാനായിട്ട് നല്ല സ്മൂത്തായിരിക്കും. തന്നെയല്ല മാക്സിമം നമുക്ക് ഉപയോഗിക്കാനും കിട്ടും. പിന്നെ 2022 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയുമ്പോൾ ഇരിക്കുന്നത്. ഞാൻ അതുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കതിൻ്റെ വോൾട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് വോൾട്ട് 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, ബാറ്ററിയുടെ കറക്റ്റ് കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിച്ചാണ് കേട്ടോ. 2022 ബാറ്ററിയാണ്, വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണില്ല അപ്പോൾ നിലവിൽ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്ലഗ് കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. പ്ലഗും നല്ല പ്ലഗ് കിടക്കണം, നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. എയർ ഫിൽറ്റർ പ്ലഗ് കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരാറ്. പിന്നെ അടുത്ത സർവീസിലൊക്കെ നോക്കിയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിടാം. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റണമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ടയറിൻ്റെ ടയർ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ടയറിൻ്റെയാണ് ആ വെട്ടൽ കാണിക്കുന്നത്. പിന്നെ ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അത് നമുക്ക് പൊട്ടിക്ക് ലൂസാക്കിയിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ ബെൽറ്റാണ്. അപ്പോൾ അതൊന്ന് വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്കതൊന്ന് പറയാം. ടയറിൻ്റെയും ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ദിവസം നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ബെൽറ്റ് എന്തെങ്കിലും മാറ്റി കളയാനാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒന്ന് കിടക്കുന്നത് കമ്പനി ബെൽറ്റ് അല്ല. കമ്പനി ബെൽറ്റാണെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയ പൊട്ടൽ കാണിച്ചാൽ ധൈര്യമായിട്ട് നമുക്ക് വിടാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മുടെ ഉപയോഗം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് മാറ്റുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. ഈ ടയറിൻ്റെയും ബെൽറ്റിൻ്റെയും കേസ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.